നമ്മളെ താറിന്റെ ആദ്യത്തെ ഒരു പെർഫോമൻസ് അപ്ഗ്രേഡ് നമ്മൾ ചെയ്തിരിക്കുകയാണ്. ഞാൻ വണ്ടി മറിച്ചിട്ടിട്ട് അടുത്ത വാർത്തയില് പ്രശ്നമാവാൻ പാടില്ല, എല്ലാവരും സീപ്പിലേക്ക് ഇട്ടോ. സെയിം കോൺസ്റ്റന്റ് ത്രോട്ട്ലിംഗ് ഞാൻ ചെയ്തിട്ടുള്ളൂ കേട്ടോ. മൈ ഗോഡ്, അത് പക്ഷേ നമ്മളിപ്പോൾ വണ്ടി മറിയാനൊരു സാധ്യത ഇവിടെ ഞാൻ കാണുന്നുണ്ട്. Hello everyone, welcome back to my channel Murshid Bandidos. Hope all you guys are doing really good. ഈ ആഴ്ചത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. നമ്മളെ താറിൻ്റെ ക്രാഷിന് ശേഷം ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു പെർഫോമൻസ് പാർട്സ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. പെർഫോമൻസ് പാർട്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആകെ കൂടെ കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ടാവും അല്ലെ, കംപ്ലീറ്റ്ലി ഒരു റേസ് മോഡിഫിക്കേഷൻ ചെയ്യാൻ പോകാണെന്നൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടോ? പക്ഷെ അങ്ങനെയല്ല. പെർഫോമൻസ് എന്ന് ഞാൻ പറയുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള ഏത് വാഹനം ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഡീസൽ കാറുകൾ ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഈസി ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ട് റൈഡിങ്ങിൽ വളരെ ഫാസ്റ്റായിട്ട് റൈഡ് എക്സ്പീരിയൻസ്, ഡ്രൈവ് എക്സ്പീരിയൻസ് ഉണ്ടാക്കാനും മൾട്ടിപ്പിൾ മോഡിലുള്ള ഒരു പിഗി പാക്ക് ECU ആണ് നിങ്ങളെ ഈ ഒരു വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. നമ്മൾ താറിൽ അത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പോവാണ്. താറിൽ അത് ഇൻസ്റ്റാൾ ചെയ്യാന്ന് പറയുമ്പോൾ ഈ ഒരു പിഗി പാക്ക് ECUവിന് ഡീസൽ ട്രോണിക്കിന് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് കേട്ടോ. അതായത് ഒരു റിമോട്ടിൽ തന്നെ നമുക്ക് പല മോഡുകൾ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന, നമ്മൾ ഡ്രൈവിൽ തന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന വലിയ ഓപ്ഷനുകളുള്ള ഒരു പ്രോഡക്റ്റാണ് ഞാനൊരു വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. നമ്മൾ താറിനത് ഇൻസ്റ്റാൾ ചെയ്യാൻ പോവാണ് എന്നുള്ളതാണ് സന്തോഷകരമായ മറ്റൊരു വാർത്ത. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളോടൊപ്പം ഇന്ന് ചേരാൻ പോകുന്നത് റേസ് ഡൈനാമിക്സിൻ്റെ ഭാഗത്തു നിന്നും പ്രൊഡക്റ്റ് മാനേജർ ആയിട്ടുള്ള മിസ്റ്റർ ദാമോദറാണ്. നമ്മളിപ്പോൾ ഉള്ളത് ബാംഗ്ലൂർ റേസ് ഡൈനാമിക്സിൻ്റെ തന്നെ ഓഫീസിലാണ്. ഇവിടുന്ന് ഇപ്പോൾ നമ്മളത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് പിന്നീട് നമ്മളെ ഡ്രൈവ് എക്സ്പീരിയൻസ് ഒക്കെ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യും. സോ തീർച്ചയായിട്ടും താർ ഉപയോഗിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഡീസൽ കാറുകളൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾ, പെർഫോമൻസ് ഒന്ന് കൂട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, ഡ്രൈവിങ്ങിൽ ഒരു നല്ല എക്സ്പീരിയൻസ് കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ മുഴുവനായിട്ടും കാണാം കേട്ടോ. ബിക്കോസ് ഇതെല്ലാം ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം നമ്മൾ കുറച്ച് നല്ല ലൊക്കേഷനിലേക്ക് ഈ താറായിട്ട് ഓടിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. സോ ദാമോദർജി പ്ലീസ്. യെസ്, ഐ ആം ഗുഡ്. ഹൗ ആർ യു? ഐ ആം ഗുഡ്. Super. So Damodarji, let's give a brief idea about what is the product we are going to install for this Mahindra Thar. Yeah, see, this is a product from Race Dynamics. It's called Dieseltronic. Okay. So Dieseltronic, it's a piggyback ECU. It's a plug and play system where we do not cut any wires, we don't tamper the ECU. Okay. Okay. And we give multiple modes. Yes. Like we give a wireless remote where you have 4 different modes. Stock, E as a easy crawler mode. Yes. P1 like for the highways and city mode. And P2 is like again for highways and guard section for the aggressive driving. Yeah, super. അതായത് ഇതിനൊരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ സാധാരണ ഒരു ECU റീമാപ്പിംഗ് ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം സമയം എടുക്കും, അല്ലെങ്കിൽ അര ദിവസമെങ്കിലും സമയം എടുക്കും. മാത്രമല്ല അതിന് ഒരുപാട് ഇതുപോലത്തെ മോഡുകളൊന്നും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല അല്ലേ. നമ്മളൊരു റീമാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ തന്നെയാണ് പോവുക. പക്ഷേ ഇതിന് നമുക്കുള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു റിമോട്ടിൽ നിങ്ങൾക്കെല്ലാം മാറ്റാൻ സാധിക്കും. നിങ്ങൾക്ക് ജസ്റ്റ് കാണാൻ പറ്റും. ഈ എന്ന് പറയുന്നത് ഈസി ക്രോളർ economy / easy crawler mode. And this is stock, the company setting. Okay, so ഈ ഒരു S എന്ന് നിങ്ങൾ കാണുന്നത് കമ്പനി സ്റ്റോക്കായിട്ട് എങ്ങനെയാണോ ഉണ്ടാവുക അതുപോലെ തന്നെ. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു കമ്പനി മോഡൽ ഓടിക്കണം എന്ന് ആഗ്രഹിക്കുന്ന സാഹചര്യമാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു S ഓടിച്ചാൽ മതി. T1 ഓടിക്കുകയാണെങ്കിൽ നമുക്ക് ആ ടോക്കും കിട്ടും, പവറും കിട്ടും, മാത്രമല്ല മൈലേജിലും ഇൻക്രീസ് ആവാൻ സാധിക്കും എന്നുള്ളത് ഒരു അടിപൊളി ഫീച്ചേഴ്സാണ്. നമ്മളിനി തകർത്ത് ഓടിച്ചിട്ട് മൈലേജ് കിട്ടിയില്ല എന്ന് പറയരുത്, പക്ഷേ മൈലേജ് തീർച്ചയായിട്ടും കിട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. വളരെ ഡീസൻറ്റ് ഡ്രൈവിംഗ് ആണെങ്കിൽ നല്ലൊരു ഡ്രൈവ് സ്പീഡും നിങ്ങൾക്ക് കിട്ടും. ആൻഡ് P2 is for us. P2 is for us. നമ്മളെ പോലത്തെ ആളുകൾക്ക്, അതായത് എപ്പോഴും അങ്ങനെ ഒന്നുമില്ല ഓടിക്കട്ടോ, പക്ഷേ ചില സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് കുറച്ച് അഗ്രസീവായിട്ട് ഓടിക്കേണ്ടി വരും, കുറച്ച് ഫുൾ ത്രോട്ടിൽ ചെയ്യേണ്ട സാഹചര്യങ്ങൾ വരും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ P2 will work. In P2 you get up to 28 to 30% of torque and power, where you can use it in the highways and guard sections
where you need more power. So you need not go on a first gear every time. Yeah. So you can just pass a car within second and third gear very easily. ഓക്കെ ദിസ് ഇസ് ഓട്ടോമാറ്റിക് ആക്ച്വലി. ഇപ്പോൾ ഈ താറിന് എനിക്ക് ഉണ്ടായിട്ടുള്ള പ്രശ്നം, നമ്മൾ ഈ ഗട്ടർ ഉണ്ടാകുമ്പോഴും വണ്ടി ഒന്ന് സ്ലോ ആക്കുമ്പോഴേക്കൊക്കെ വീണ്ടും ഒന്ന് ത്രോട്ടിൽ ചെയ്യുമ്പോൾ ഗിയർ ഷിഫ്റ്റ് ഡൗൺ ചെയ്യുന്നത് ഭയങ്കര കൂടുതലാണ്. പിന്നെ അതിങ്ങനെ ഗിയർ മേലേക്കാക്കി വരാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട്, അപ്പ് ഷിഫ്റ്റ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട്. സോ ദിസ് P2 വിൽ ഹെൽപ്പ് എന്താ കുറച്ച് കൂടുതലായിട്ട് ഒരു ഫ്രീ ആവാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട് കേട്ടോ, ഇവർ ഫീച്ചേഴ്സ് പറയുന്നത് വെച്ച് നോക്കുമ്പോൾ. Instead of 60% throttle, you might use only 40% throttle. Super. Where you can save your fueling then. സൂപ്പർ. അതായത് ആക്സിലേറ്ററിൻ്റെ മേലെ കാല് ചവിട്ടിയിരിക്കേണ്ട ആവശ്യമില്ല. ഒരു 30% മാത്രമേ, അല്ലെങ്കിൽ 20% 40% മാത്രമേ നമ്മൾ 60% ത്രോട്ടിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു 40% കൊടുത്താൽ മതി എന്നുള്ളതാണ്. സംഗതി കേട്ടിട്ടൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് തന്നെയാണ്. നമ്മൾ താറിലിട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മനസ്സിലാക്കാനും സാധിക്കും. നമ്മളിപ്പോൾ അത് മനസ്സിലാക്കിയിട്ടേ നമ്മൾ ഈ ബാംഗ്ലൂർ വിട്ട് പോകുന്നുള്ളൂ, അതും കൂടി ഞാൻ പറയാം. ദ അതർ ഫീച്ചർ ഫോർ ദിസ് പ്രോഡക്റ്റ് ഇസ്, ഈ ഒരു പ്രോഡക്റ്റിന് നിങ്ങൾക്ക് വയറിംഗ് ഹാർനസ് ഒന്നും കട്ട് ചെയ്യേണ്ടതായിട്ടില്ല. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട വൺ ഓഫ് ദ അതർ ഫീച്ചർ. വി ഡോണ്ട് വോണ്ട് ടു ലൈക്ക് കട്ട് ദ വയറിംഗ് ഹാർനസ്, നത്തിങ് ഇസ് ദർ. ഇറ്റ് ഡസ് ടാമ്പറിങ് ദ ECU, നത്തിങ് ഇസ് ദർ. ഡയറക്റ്റായിട്ടുള്ള ഒരു ഇൻസ്റ്റാളേഷൻ. അതുകൊണ്ടാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായത് കേട്ടോ. ഇൻസ്റ്റഡ് നമ്മളിനി കുറച്ച് കഴിഞ്ഞിട്ട് ഈ ഒരു താറൊന്ന് മാറ്റി വേറെ ഏതെങ്കിലും ഒരു താറിലേക്ക് ഫിറ്റ് ചെയ്യണമെങ്കിലോ ഇതൊക്കെ ഈസി ആയിട്ട് ദാറ്റ് വി കൻ ഫിറ്റ് വെരി സൂപ്പർ. എനി CRD എൻജിൻസ്, അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഏതിലേക്ക് വേണമെങ്കിലും നമുക്ക് ഈസി ആയിട്ട് വിത്തിൻ എ സ്പാൻ ടൈം ഓഫ് ഹൗ മച്ച് ടൈം യു നീഡ് 5 മിനിറ്റ്സിനുള്ളിൽ ഇത് മാറ്റിയിടാനും സാധിക്കും. Yes. So Thar maps cannot be used on some other car. All right. So you just reload the maps to some other car and finish it. സൂപ്പർ. അപ്പോൾ ഞാൻ പറഞ്ഞു 2 മിനിറ്റിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു അടിപൊളി പ്രോഡക്റ്റ് അല്ലേ. ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ദിസ് ഇസ് ഹൗ ഇറ്റ് കംസ്, ഡീസൽട്രോണിക്. ഓക്കെ, ആൻഡ് ദിസ് ഇസ് ദ കപ്ലർ. This is the coupler. Yeah. This is the connectors. Okay, we just want to just plug in. Just plug in. Wow, അതാണ് നമ്മൾ വേറെ എന്ത് സാധനങ്ങൾ when we do something, no, we have a lot of other Indian works, no, like we have to cut the wire, spending a lot of time behind this. Correct. But this is something like a ready-made just thing which the connector, and also we are getting a couple of features in a single switch. Correct. That is really interesting. അപ്പോൾ ഇത് നമുക്ക് എത്രയും പെട്ടെന്ന് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള പരിപാടികൾ നോക്കാം. ആൻഡ് വിൽ ഗോ ഫോർ ദ ടെസ്റ്റ് ഡ്രൈവ്. ടെസ്റ്റ് ഡ്രൈവ് നാളത്തേക്കാണ് വെച്ചിട്ടുള്ളത്. നാളെ ഒരു അടിപൊളി ലൊക്കേഷനിലേക്കാണ് ഈ താറായിട്ട് നമ്മൾ പോകാൻ പോകുന്നത്. അതിൽ ഞാൻ കുറച്ചും കൂടെ കൂടുതലായിട്ട് ഡ്രൈവ് ചെയ്യുമ്പോൾ ഹൗ ഐ എം ഫീലിംഗ്, ഏതൊക്കെ മോഡിൽ എങ്ങനത്തെ എക്സ്പീരിയൻസ് ആണെന്നുള്ളതും കൂടെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. സോ ലെറ്റ്സ് ഇൻസ്റ്റാൾ. യെസ്, ഇതൊരു അടിപൊളി ബോക്സിലാണ് കേട്ടോ വരുന്നത്. നല്ലൊരു ഡീസൽട്രോണിക് എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. താർ BS6 2020 എന്ന് എഴുതിയിട്ടുണ്ട്. ആൻഡ് ദ പ്രൈസ് ഇസ് 22,000 ഇത് വെർത്താണോ എന്നുള്ളതൊക്കെ ഞാൻ നാളത്തെ ഡ്രൈവിംഗ് ഷോട്ടിൽ പറയാം. ഓക്കെ, സോ വാട്ട് ഓൾ ആർ ഇൻസൈഡ് വിൽ ഷോ പെർഫോമൻസ് ത്രൂ ഇന്നോവേഷൻ. സൂപ്പർ. This is the device Dieseltronic where we are going to fix in the Mahindra Thar 2020. Okay, and here we have a wiring harness where it's plug and play system. സൂപ്പർ. Where it's all company graded connectors. ഇതാണ് വയറിംഗ് ഹാർനസ്. ഇതാണ് നമ്മളെ ഡിവൈസ് കേട്ടോ. ഡീസൽട്രോണിക് എഴുതിയിട്ടുള്ള ഡിവൈസ്. ദിസ് ഇസ് വയറിംഗ് ഹാർനസ്. And we give a stock coupler along with, it's called as a stock coupler where we can use it as a diagnose tool also. ഓക്കെ, ഇതൊരു സ്റ്റോക്ക് കപ്ലറാണ് കേട്ടോ. സോ ഈ ഒരു കാര്യത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ഒരു കപ്ലർ ശരിക്കും നമ്മളെ കമ്പനി സ്റ്റോക്ക് ഇപ്പോൾ എന്താണോ ഇൻസ്റ്റാൾ ഇത് റിമൂവ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇത് ഫിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്റ്റോക്ക് എങ്ങനെയാണോ വരുന്നത് അതുപോലെ തന്നെ ആക്കാൻ സാധിക്കുന്ന ഒരു കപ്ലറാണ്. സോ ദിസ് ഇസ് വെരി വാല്യുബിൾ അല്ലേ. നമ്മൾ മറ്റാർക്കെങ്കിലുമൊക്കെ കാർ കൊടുക്കുകയാണെങ്കിലൊക്കെ ഇതിട്ടിട്ട് നമുക്ക് കൊടുത്താൽ മതി. സോ ഇഫ് യു സെൽ ദ കാർ, ദിസ് ഇസ് വാട്ട് വി ഹാവ് ടു ഗിവ്. If you want to unplug the connector or if you want to keep the car in stock condition for a while, just remove this and put the stock coupler. Super. Okay. Without unplugging the wiring harness. സോ ഈ ഒരു കപ്ലർ വെരി വാല്യുബിൾ ആണ് കേട്ടോ. നമ്മളെന്താ ചെയ്യേണ്ടത് തുടങ്ങിയാൽ നമുക്ക് ഏതെങ്കിലും ഒരു കണ്ടീഷനിൽ സ്റ്റോക്ക് ആക്കണം. റിമോട്ടിൽ നമുക്ക് സ്റ്റോക്ക് ആക്കാം. അതല്ല, നമുക്ക് ഈ ഡിവൈസ് തന്നെ മാറ്റിയിട്ട് സ്റ്റോക്ക് ആക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഹാർനസ്, ഈ ഒരു കപ്ലർ നമ്മൾ ഡയറക്റ്റ് ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് നമ്മുടെ വാഹനം സ്റ്റോക്കായി എന്നുള്ളതാണ്. സോ ദാറ്റ്സ് ഇറ്റ്. ആൻഡ് put this. Yes. So it is in stock become stock condition. All right, super. And we have some decals. പിന്നെ അവരുടെ കുറച്ച് കീ ചെയിൻസും സ്റ്റിക്കേഴ്സും ഒരു ടെക്നിക്കൽ സപ്പോർട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു നോട്ട്സ് ഒക്കെ അതിൽ വെച്ചിട്ടുണ്ട്. And we give a warranty card. It comes with a 2 years replacement warranty. സൂപ്പർ. 2 വർഷത്തെ റീപ്ലേസ്മെൻറ്റ് വാറണ്ടി കമ്പനി തരുന്നുണ്ട് കേട്ടോ. അത് എന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിലും they will take care about it. സൂപ്പർ. ആൻഡ് ദ റിമോട്ട്, ദിസ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് ഞാൻ എൻ്റെ
ഈ റെഗുലർ കീൻ്റെ കൂടെ തന്നെ കൊണ്ടെടുക്കും. എപ്പോഴാണോ മൂഡ് മാറുന്നത് ഇതിനനുസരിച്ച് P1 P2 P1 P2 ദാറ്റ്സ് വാട്ട് ഐ പ്ലാൻ. ഓക്കെ ചലോ let's go to വിൽ ഡു ദ ഇൻസ്റ്റാളേഷൻ പാർട്ട്. സൂപ്പർ. അപ്പോൾ ഇൻസ്റ്റാളേഷൻ പരിപാടി വിത്തിൻ 2 minutes കൊണ്ട് തന്നെ തീർത്തു എന്നുള്ളതാണ്. ദാറ്റ് ഈസ് റിയലി അപ്രീഷിയേറ്റ്. ജസ്റ്റ് വി ഹാവ് ഫിനിഷ്ഡ് ഇൻ 2 minutes. താങ്ക് യു സോ മച്ച്. സോ ആ ഒരു ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ ജോയിലൊന്ന് ഇതും കൂടെ ഒന്ന് കാണിക്കണം. നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് വന്നിട്ടുള്ളത് ഇതിൽ റിമോട്ടിൽ നമുക്ക് മോഡ്സിൻ്റെ ലൈറ്റും കൂടി കാണാൻ പറ്റും. ഇപ്പോൾ ഓരോ മോഡലും ഓരോ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നതിന് ഒരു ഫീച്ചേഴ്സ് ഉണ്ട്. So single blink stock mode, ഓക്കെ double blink economy mode, ഓക്കെ P1 3 blinks, ഓക്കെ P2 4 blinks. സൂപ്പർ. അപ്പോൾ ഓരോ മോഡലും ഓരോ ബ്ലിങ്ക് ആണ്. അത് ഓരോ മോഡലും എത്ര ബ്ലിങ്ക് വരും എന്നുള്ളതാണ് പുള്ളി പരിചയപ്പെടുത്തിയിട്ടുള്ളത്. സോ വി ആർ ഓൾമോസ്റ്റ് ഡൺ. Almost done. We സൂപ്പർ are cleared. സൂപ്പർ സൂപ്പർ. We are good to go. സോ നമ്മളെ താറിൻ്റെ ആദ്യത്തെ ഒരു പെർഫോമൻസ് അപ്ഗ്രേഡ് നമ്മൾ ചെയ്തിരിക്കുകയാണ്. ഇനി താറിൻ്റെ കളി വലിയ കൈവിട്ട് പോയ കളിയൊന്നും വേണ്ട. നമുക്ക് ചെറിയതായിട്ടുള്ളൊരു അഗ്രസീവായിട്ടൊക്കെ ഓടിച്ച് പോകണം അല്ലേ, എങ്കിലല്ലേ ഇത് പെർഫോമൻസ് എത്രമാത്രം ഉണ്ടെന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. അതൊക്കെ ഞാൻ നിങ്ങളെ നാളത്തെ ഡ്രൈവിംഗ് ഷോട്ടിൽ എല്ലാ എക്സ്പീരിയൻസും മാത്രമല്ല അകത്ത് കാര്യം റിമോട്ട് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഇത് എത്രമാത്രം മാറുന്നുണ്ട് എന്നുള്ള എല്ലാം ഞാൻ ഇതിൽ കൂടെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതാണ് കേട്ടോ. യെസ്. അപ്പോൾ നമ്മൾ യാത്ര ആരംഭിച്ചു. കോർമംഗലം സൈഡിലാണ് ഉണ്ടായത്. റേസ് ഡൈനാമിക്സിൻ്റെ ഓഫീസ് അവിടെ ആയിരുന്നു. അവിടെ നിന്നാണ് പുറപ്പെട്ടിട്ടുള്ളത്. ഞാൻ പറഞ്ഞു ഫ്രണ്ടിൽ ഒരു ഇനോവ കാർ ഓൾറെഡി പോയിട്ടുണ്ട്, ബൈക്കേഴ്സും കുറച്ച് പോയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഈ ടൗണിൽ, അതായത് ഇവിടുത്തെ ബ്ലോക്ക് അറിയാമല്ലോ, ബമ്പർ ടു ബമ്പർ ബ്ലോക്കാണ്. അപ്പോൾ അത് ഭാഗങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നല്ല സ്ഥലങ്ങളിൽ എത്തിയിട്ട് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അതായത് നമുക്ക് ഈ ഒരു റൈഡിങ് കംഫർട്ട്, ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യാം. ബിഫോർ ദാറ്റ് നമുക്ക് ബേസിക് ആയിട്ടുള്ള ഈ ഒരു പ്രോഡക്റ്റ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് അഡ്വാൻറ്റേജ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്നുള്ളതിനെ കുറിച്ചൊന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാം. മാത്രമല്ല ഇതിന് ഒരു കീ ആണ് വരുന്നത്, ഒരു അഡീഷണൽ കീ. ആ കീയിലാണ് ഇതിൻ്റെ കംപ്ലീറ്റ് ഫങ്ഷനിങ് എടുക്കുന്നത്. ഒരുപാട് ബുദ്ധിമുട്ടുകളൊന്നുമില്ല. നമുക്കൊരു ഓരോരോ സിംഗിൾ സ്വിച്ചിൽ നമ്മൾ ഓരോ മോഡ് ചേഞ്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് സാധനം കണ്ടു, ഞാൻ നിങ്ങൾക്ക് കൂടെ വേണ്ടിയിട്ട് ഒന്നും കൂടെ അത് കാണിക്കാം. എന്നിട്ട് ബേസിക് ആയിട്ടുള്ളൊരു ഡെമോ ഹുസൈൻ നമുക്ക് പറഞ്ഞുതരും. അതായത് ഓരോ മോഡിലും എന്തൊക്കെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ കുറച്ചും കൂടെ നല്ലൊരു റോഡ് എത്തിയിട്ട് ആ ഒരു സെഷൻ നമുക്ക് എടുക്കാം കേട്ടോ. ഓക്കെ, കോളാർ ഹൈവേയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് എന്നുള്ള ഒരു പ്രോഡക്റ്റിൻ്റെ കൂടെ കിട്ടുന്ന കാര്യങ്ങളും കൂടെ ഞാൻ പറയണം. കാരണം അതാണ് ഒരു പ്രധാനമായിട്ടുള്ളൊരു കാരണം. ഞാൻ പറഞ്ഞൊരു കീ ആണ് നമുക്ക് കിട്ടുന്നത് അല്ലേ. അപ്പോൾ ഹുസൈൻ ആദ്യം നമുക്ക് ചെയ്യേണ്ട കാര്യം, ഈ കീ എന്തിനാണ്, കീൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഹുസൈനും കൂടെ ഞാൻ ഒരു പ്രാവശ്യം കൂടെ പരിചയപ്പെടുത്താം. ഹുസൈൻ അത് മലയാളത്തിൽ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരും കേട്ടോ. ഹുസൈൻ ഒരു മലയാളിയല്ല, പക്ഷേ കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു മലയാളം സംസാരിക്കുന്ന ഒരാളാണ്. അത് അത്രയും വർഷമായിട്ട് പല മലയാളികളോടും ഇടപഴകിയിട്ട് പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. മലയാളം പഠിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലേ. പക്ഷെ അതൊക്കെ പഠിച്ചു, നന്നായി സംസാരിക്കുന്നുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം. പിന്നെ അത് നിങ്ങളൊന്ന് കേട്ടിട്ട് ബാക്കി പറയാം. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ ഹുസൈൻ പറഞ്ഞാൽ മനസ്സിലാവും എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെയാണ് നമ്മൾ തുടങ്ങേണ്ടത്. ഇത് വയർലെസ് റിമോട്ടാണ്. ഇതൊരു വയർലെസ് റിമോട്ടാണ്. നമുക്ക് 4 മോഡ് ഉണ്ട്. നമുക്കിത് വാങ്ങിക്കുമ്പോൾ, അതായത് ഈ ഡീസൽട്രോണിക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നതാണ്. 4 മോഡായിട്ടാണ് വരുന്നത് അല്ലേ. P1 P2 ഒന്ന് കാണിച്ചു കൊടുത്തത്. ഇതിൽ ഫസ്റ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുക P1 കാണാം, അതുപോലെ P2 കാണാം, പിന്നെ ഒരു E ഉണ്ട്, എക്കോണമി കാണാം, അതോടൊപ്പം തന്നെ S ഉണ്ട് അല്ലേ. അതെ, 4 സ്വിച്ചബിൾ മാപ്സ് ഉണ്ടാവും അതിൽ. ഒന്ന് എക്കണോമി, സ്റ്റോക്ക്, P1 P2. എസ് വന്നിട്ട് സ്റ്റോക്ക് ഉണ്ടാവും. എസ് വന്നിട്ട് സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ കറന്റ് നമ്മൾ കമ്പനി എന്താണോ തരുന്നത് അതുപോലെ തന്നെ നമുക്ക് ഓടിക്കാം അല്ലേ. അതല്ലേ, അതന്നെ. എക്കണോമി ഈ വന്നിട്ട് എക്കണോമി അണ്ടർ പവർഡ്, കുറച്ചുകൂടി പവർ കുറവായിട്ടുണ്ടാവും. പക്ഷെ മൈലേജ് സ്റ്റോക്കിനെക്കാട്ടിയും വളരെ പവർ കുറഞ്ഞിട്ടുള്ളത് അല്ലേ. അതെ, പിന്നെ മൈലേജ് കുറച്ച് കൂടും ഇതിൽ. അപ്പൊ നമ്മൾ എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മൾ ഈ ഒരു ട്രാഫിക്കിലൊക്കെ ഓടിക്കുന്ന സമയത്ത് നമുക്ക് എക്കണോമിയിൽ ഓടിക്കാം. ബമ്പർ ടു ബമ്പർ എക്കണോമി കിട്ടും. പക്ഷേ ത്രോട്ടിൽ കൊടുത്തിട്ട് ആറാമത്തെ അടിപൊളി. നമ്മളെ നാട്ടിലെ റോഡൊക്കെ ഇപ്പൊ നല്ല തിരക്കായിട്ടുണ്ട്. ബാംഗ്ലൂർത്തൊന്നും പിന്നെ പറയണ്ട. അതിലൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് സ്റ്റോക്ക് കമ്പനി തരുന്ന പവർ പോലും നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നില്ല അല്ലേ. നമുക്ക് എന്തിനാണ് ഈ ചെറിയ ട്രാഫിക്കിലൊക്കെ കമ്പനി തരുന്ന പവർ വേണ്ട. അത് നമുക്ക് എക്കണോമിയിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ അണ്ടർ പവർ ചെയ്തിട്ട് മൈലേജ് കൂട്ടാനുള്ള ഒരു സംവിധാനം അതിന് കിട്ടും.
നല്ല റിലാക്സ് ആയിട്ട് ഓടാം, വളരെ റിലാക്സ് ചെയ്തിട്ട് ഓടിക്കാം. ഓക്കെ, സൂപ്പർ ആയിട്ട് ഓടിക്കാം. അത് അങ്ങനെ അഗ്രസീവ്നെസ് കാണിക്കേണ്ട ആവശ്യമില്ല, വളരെ കാമായിട്ട് ഓടിക്കേണ്ട ഒരു സാഹചര്യമാണ്. ഡൺ. അപ്പോൾ എക്കണോമിനെ കുറിച്ച് പറഞ്ഞു, എസിന്റെ പറഞ്ഞു, സ്റ്റോക്കിന്റെ പറഞ്ഞു, പിന്നെ P1 എവറേജ് പെർഫോമൻസ് ഗെയിൻ ആവും, ചില പെർഫോമൻസ് കിട്ടും, കുറച്ച് മൈലേജ് ഒക്കെ കിട്ടും. പിന്നെ ട്രാഫിക്കിൽ യൂസ് ചെയ്യാം, ഹൈവേയിൽ യൂസ് ചെയ്യാം. കുറച്ചുകൂടി ഒരു 20% പെർഫോമൻസ് ജാസ്തി കിട്ടും, 20% പെർഫോമൻസ് കിട്ടും, പിന്നെ ടോർക്ക് കിട്ടും. ഇതിൽ P1 കിട്ടുന്നത് 20% പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യും അല്ലേ? അതെ, പെർഫോമൻസ് ഇൻക്രീസ്. അതെന്താണ് പിന്നെ വീണ്ടും അത് ട്രാഫിക്കിൽ ഓടിക്കാൻ ഒരു നിങ്ങൾ പറയാൻ കാരണം? ട്രാഫിക്കിൽ അത് ആപ്റ്റ് ആണോ? പല പ്രാവശ്യം റിമോട്ട് യൂസ് ചെയ്യാൻ പറ്റൂലല്ലോ, ഒരു പ്രാവശ്യം സെറ്റ് ചെയ്താൽ എവിടെ വെക്കും. അതായത് നമുക്ക് ഹൈവേയിൽ കയറുമ്പോൾ അതന്നെ മതി, എല്ലാ ടൈം റിമോട്ടിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ, ടൈം ഉപയോഗിക്കാനില്ല. അത് സത്യമാണ്. ചിലപ്പോൾ വാങ്ങിയ ഒരു 2 ദിവസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുക, പിന്നീടൊക്കെ നമ്മൾ ഒരു മോഡിൽ ഇട്ട് വെക്കുന്ന ബെസ്റ്റ്. ആ ഒരു മോഡ് എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് P1 ആണ്. അതായത് നമുക്ക് ഹൈവേയിൽ എത്തിയാൽ പെർഫോമൻസും കൂടുതൽ കിട്ടും, ട്രാഫിക്കിലും ബുദ്ധിമുട്ടുകളില്ല, മാത്രമല്ല മൈലേജിൽ പ്രശ്നങ്ങളൊന്നും കാണിക്കില്ല. പിന്നെ ഇപ്പോ വണ്ടി വേറെ ഓടിക്കുന്നുണ്ട്, അല്ല ഡ്രൈവർ ഓടിക്കുന്നുണ്ട്, അല്ല പിള്ളേർ ഓടിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് കുറെ പവർ വേണ്ട, അവർക്ക് എക്കണോമി ഇട്ട് കൊടുക്കാം, ഇല്ലെങ്കിൽ P1 ഇട്ട് കൊടുക്കാം, റിമോട്ടിങ് വീട്ടിൽ വെക്കാം. അപ്പോ എക്കണോമി P1 കൊടുത്തിട്ട് എല്ലാ പെർഫോമൻസ് സ്മൂത്ത് ഉണ്ടാവും, റെസ്പോൺസ് നല്ലായിട്ട് ഇരിക്കും വണ്ടി ഓടിക്കാൻ. ഹൈവേയിലായിട്ട്, ട്രാഫിക്കിലായിട്ട്, സ്മോൾ റോഡ്, ബിഗ് റോഡ്, ഓഫ് റോഡിൽ എല്ലാത്തിലും കിട്ടും. സെറ്റാണ്. ഓക്കെ, സൂപ്പർ. ഇനിയാണ് നമ്മളെ മോഡ് വരാൻ കിടക്കുന്നത് ഗൈസ്, P2. ഇത് P2 ഈ താർക്ക് വേണ്ടി ഒരു ഓഫ് റോഡ് യൂണിറ്റ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓഫ് റോഡ് യൂണിറ്റ് സ്പെഷ്യൽ ആയിട്ട് താർക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. താറിന് വേണ്ടിയിട്ട് ഓഫ് റോഡിന്റെ പേർപ്പസിന് വേണ്ടിയിട്ട് തന്നെ ഒരു യൂണിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഓഫ് റോഡ് യൂണിറ്റ് ഉണ്ട്, സിംഗിൾ ചാനൽ നോർമൽ ഡീസൽ ട്രോണിക് വരുന്നുണ്ട്, അതും ഉണ്ട്. പക്ഷെ ഇതിൽ ഇപ്പോൾ ഓഫ് റോഡ് യൂണിറ്റ് പറഞ്ഞ് നമുക്കൊരു പുള്ളിങ് പവർ ജാസ്തി കൊടുക്കുന്നുണ്ട്, ഇല്ല ടോർക്ക് ജാസ്തി കൊടുക്കുന്നുണ്ട്, നമുക്ക് പെർഫോമൻസ് ആയിട്ട് ജാസ്തി ടോർക്ക് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പല ഹിൽസ് പോകുന്നുണ്ട്, ഓഫ് റോഡ് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഓഫ് റോഡ് യൂണിറ്റ് ആണ്, സ്പെഷ്യൽ യൂണിറ്റ് ചെയ്തിട്ടുണ്ട്. സൂപ്പർ. അതായത് നമ്മൾ ചെയ്തിട്ടുള്ളത് ഓഫ് റോഡ് യൂണിറ്റ് ആണ്. കാരണം നമുക്ക് പല സാഹചര്യങ്ങളിലേക്ക് പോകുമ്പോഴും അത് ഹെൽപ്ഫുൾ ആവണം. കാരണം ഇവര് നമ്മളെ പർപ്പസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാര്യങ്ങൾ. റോഡിൽ യൂസ് ചെയ്യാം, ഓഫ് റോഡിൽ യൂസ് ചെയ്യാം, മൾട്ടി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ അധികമായിട്ട് ഇപ്പൊ വണ്ടിയെല്ലാം താരെല്ലാം വാങ്ങുന്നതിന്റെ ഔട്ട്സൈഡ് പോകാനാണ്, പിന്നെന്താ അഡ്വഞ്ചർ ചെയ്യാൻ, അല്ല ഓഫ് റോഡ് പോകണോ, മഡ് റോഡ് പോകണോ, എല്ലാത്തിനും യൂസ് ചെയ്യും. പുള്ളിങ് പവർ നല്ലതായിരിക്കും, ഇതിൽ ടോർക്ക് അധികം ഉണ്ടാവും, പിന്നെ ലോഡൊക്കെ ഉണ്ടാവും ബാക്ക് സീറ്റിൽ. അപ്പോ ഇത് പുള്ളിങ് പവർ വേണം. ഇത് ആ ലോഡ് ഉള്ളതായിട്ടുള്ള ഒരു ഫീൽ ഇല്ലാതാക്കി തരും. ഇപ്പൊ ക്യാമറ ഒക്കെ ഉണ്ടാവും, ഇപ്പൊ നിങ്ങളെ ഉദ്ദേശിച്ചിട്ട് ഇപ്പൊ ക്യാമറ ഉണ്ടാവും, 2-3 പേര് ബാക്ക് സീറ്റിൽ ഉണ്ടാവും, വലിയ കേറ്റൊക്കെ കിട്ടും. ഇപ്പൊ ഓഫ് റോഡ് ഹില്ലൊക്കെ കിട്ടുമ്പോ അത്ര റെസ്പോൺസ് ഉണ്ടാവില്ല. പക്ഷേ ഡീസൽ ട്രോൺ ഉണ്ടാവും വണ്ടി നല്ല റെസ്പോൺസ്, ഈസി ആയിട്ട് സ്ട്രഗിൾ ചെയ്യാതെ കേറിപ്പോ. സൂപ്പർ. അതായത് ഞാൻ ഇതിപ്പോ ഫിറ്റ് ചെയ്തിട്ടുള്ളൂ. ആകെ ഈ താർ ഇപ്പൊ നമുക്ക് ഓടിയിട്ടുള്ളത് 3900 കിലോമീറ്റേഴ്സ് ആയി. ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഇത് ഈ ഡീസൽ ട്രോണിക് ഒക്കെ ഫിറ്റ് ചെയ്ത് നമ്മൾ കുറച്ച് ദിവസം എക്സ്പീരിയൻസ് ചെയ്ത് ഒരുപാട് ഡ്രൈവുകൾ പോയാൽ മാത്രമേ ഉള്ളൂ പ്രോപ്പറായിട്ടുള്ള ഒരു ഇൻപുട്ട് എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റുള്ളൂ. പക്ഷേ ഞാൻ ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് അറിയുന്ന കാര്യങ്ങൾ നമ്മൾ കമ്പനീൻ്റെ സൈഡിൽ നിന്നുള്ള ഒരാളുടെ അടുത്തുനിന്നും കൂടെ അതിന് ടെക്നിക്കൽ ഡീറ്റെയിലുകൾ എടുത്തുകൊണ്ട് ഷെയർ ചെയ്യാണ്. കാരണം താർ ഉപയോഗിക്കുന്ന ആളുകളോ അല്ലെങ്കിൽ ഇതുപോലെ ഏത് വാഹനം ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിലും ഈ ഒരു പ്രോഡക്റ്റ് അവരെ വാഹനത്തിനൊരു മുതൽക്കൂട്ടാവും എന്നുള്ളതാണ്. കാരണം പല ആഡ് ഓൺസ് നമുക്ക് വേണ്ട പെർഫോമൻസ് കിട്ടുന്നുണ്ട്, നമുക്ക് വേണ്ട മൈലേജ് കിട്ടുന്നുണ്ട്. സ്റ്റോക്കിലുണ്ട് വണ്ടി, അപ്പോൾ സ്റ്റോക്കിലുണ്ട് സ്റ്റഡി അല്ലേ. ഇപ്പോൾ ഞാൻ സ്റ്റോക്കിൽ റണ്ണിങ്ങിലുണ്ടാകും തന്നെ ഓൺ ബോർഡിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. റണ്ണിങ്ങിലുണ്ടാകും തന്നെ മാപ്പ് ചേഞ്ച് ചെയ്യാം. പോയിട്ട് ബോണറ്റ് ഓപ്പൺ ചെയ്തിട്ട് എന്ത് ചെയ്യണമെന്നില്ല, അകത്തിരുന്നിട്ട് തന്നെ റിമോട്ടിൽ മോഡ് ചേഞ്ച് ആവും, മോഡ് ചേഞ്ച് ആവും. സോ ഇപ്പോൾ സ്റ്റോക്കിൽ ഓടുന്നുണ്ട്, അത് ഞാൻ P2 ചേഞ്ച് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ആ ഡിഫറൻസ് P2ലേക്ക് അപ്പോൾ സെറ്റിംഗ് സ്പീഡ് കൂടും, ഞാൻ വണ്ടി മറിച്ചിട്ടിട്ട് അടുത്ത വാർത്തയിൽ പ്രശ്നമാവാൻ പാടില്ല. എല്ലാവരും സീറ്റിലേക്ക് ഇട്ടോ. മറിക്കുന്നുണ്ട് ഞാൻ മനഃപൂർവ്വം മറിച്ചല്ലോ. അപ്പൊ ഇത് ടൈം ആയിട്ടുണ്ടെങ്കിൽ പിന്നെ സീറ്റ് ബെൽറ്റ് എല്ലാം ഇട്ട് സെറ്റ് ആവല്ലേ? അല്ല, ഇത് സീറ്റ് ബെൽറ്റ് ഓൾറെഡി ഇട്ടില്ല, സീറ്റ് ബെൽറ്റ് ഇല്ല, ഇത് മതി. അപ്പൊ ഞാൻ ഇനി ഒരു കോൺസ്റ്റന്റ് ത്രോട്ടിൽ പിടിക്കാൻ പോവാണ്. എന്നിട്ട് മോഡ് ചേഞ്ച് ചെയ്യുമ്പോൾ എന്താണ് എനിക്ക് സംഭവിക്കാൻ? ഒരു 3000 RPM അല്ല 3500 RPM വണ്ടി ഓടുന്നുണ്ട് അല്ലെ, ഒരു 80 സ്പീഡിലുണ്ട്. ഇപ്പൊ
ഓക്കെ ഇപ്പൊ നല്ലൊരു ഹൈവേ ആണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സോ ഐ എം കീപ്പിംഗ് എ കോൺസ്റ്റന്റ് ത്രോട്ടിൽ. സ്റ്റോക്കിലുണ്ട്. 1 2 3 ഇപ്പൊ ഞാൻ സ്പീഡാണ് ഇപ്പൊ. ഒരു ലോങ് പ്രസ് ചെയ്യാ ഇല്ലെങ്കിൽ ഡബിൾ പ്രസ് ചെയ്യാം. അപ്പൊ ഇവിടെ ലൈറ്റ് വരും. ലൈറ്റ് വന്നപ്പോ ബൂട്ട് ആവും. ഓക്കെ ഓക്കെ ഓ സെയിം കോൺസ്റ്റന്റ് ത്രോട്ട്ലിംഗ് ഞാൻ ചെയ്തിട്ടുള്ളൂ കേട്ടോ. മൈ ഗോഡ്, അതായത് ചെറിയൊരു ഫ്ലൈ പറയുമ്പോ ഓട്ടോമാറ്റിക് കാറാണ്. എന്റെ ഫീൽ എന്ന് പറയുമ്പോ ഞാൻ സെയിം ത്രോട്ട്ലിംഗ് തന്നെ ചെയ്തിട്ട് അലക്സേ 80 to 100 20 സ്പീഡ് 20 കിലോമീറ്റർ സ്പീഡ് കൊടുത്താൽ മതി. ഈ 100% കൊടുക്കുന്ന ടൈമില് ആ റീച്ച് 60% കൊടുത്താൽ മതി. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വണ്ടി ഓടും. ഇത് പൊളി സാധനം കേട്ടോ. അപ്പൊ ഞാൻ മനസ്സിലാക്കിയ കാര്യം ഒന്ന് പറയട്ടെ. നമ്മളിപ്പോ ഓടിക്കുന്ന സമയത്ത് ഈ താറിന് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. എങ്ങനെ ഫീൽ ചെയ്യുന്ന പറയുമ്പോ അതായത് പിടുത്തം കുറച്ച് കൂടുതൽ, ഗിയർ ഡൗൺ കുറച്ച് കൂടുതലായിട്ട്. ഇപ്പൊ ഞാൻ സ്ലോ ആക്കുമ്പോഴേക്ക് ഒരു പിടുത്തം വരുന്നുണ്ട്. പക്ഷെ അതാ പറഞ്ഞ ഈ ഒരു സ്പീഡിലൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഒന്നും കൂടെ ഭയങ്കര ഫ്രീ ആക്കിയിട്ടുണ്ട്. അത് വിഷയം പറഞ്ഞ കറക്റ്റ്. എന്ത് ഈ ഹൈവേയിലെല്ലാം ആ പ്രോബ്ലംസ് ഇല്ല. സിംഗിൾ റോഡ് ആകുമ്പോ ഓവർടേക്ക് ആക്കുമ്പോ എതിർന്ന ഒരു വണ്ടി വരും. ആ ടൈമിൽ നമ്മ സ്റ്റഡി ആയിട്ട് ഓവർടേക്ക് ചെയ്തിട്ട് സ്റ്റഡി ആയിട്ട് ഓടണം. സൂപ്പർ, അത് വേണം. അപ്പൊ ഈ പുള്ളി പവർ വേണം. സെക്കൻഡ് ഗിയറിൽ ഇവിടെ ഹൈവേയിൽ 4th ഗിയർ 5th ഗിയറിൽ ഇറങ്ങാൻ പോകുന്നുണ്ട്. ഇവിടെ ഓവർടേക്ക് ചെയ്തില്ല ബാക്ക് വന്നിട്ട് സെറ്റിലൈറ്റ് ചെയ്യാം. പക്ഷെ അവിടെ ഇല്ല, അവിടെ രക്ഷയില്ല. ഓവർടേക്ക് ചെയ്യാൻ പോയി ഓവർടേക്ക് ചെയ്യാനേ വേണം തീർച്ചയായും. അപ്പൊ അല്ലെങ്കിൽ അത് അപകടം ഉണ്ടാക്കും. P2 സുഖിച്ചു അല്ലേ? P2 സുഖിച്ചു എന്നല്ല, P2 ഐ റിയലി ലൈക്ക് ഇറ്റ്. അത് സെറ്റ് സാധനം. P2 എനിക്ക് മൈലേജില് ബാക്ക് സീറ്റിൽ ഇൻഡോറോ സുഖിച്ച പോലെ ഉണ്ട്. P2 പിന്നെ ലൈക്ക് ഡ്രോപ്പ് ഉണ്ടാവുമെന്ന് ഞാൻ ചോദിക്കുന്നത്. മൈലേജിൽ എന്തെങ്കിലും ഡ്രോപ്പ് ഇല്ല. മൈലേജ് എവറേജ് ഉണ്ട്. മൈലേജ് ഏതിലോ ഡ്രോപ്പ് ചെയ്യൂല. ഇത്ര വർഷം ഉണ്ടാക്കിയ പ്രൊഡക്റ്റിൽ ഏതൊരു പ്രൊഡക്റ്റിലും മൈലേജ് കുറവായിട്ടില്ല. ഡീസൽ ട്രോണിക് എന്ന് പറയുന്ന ഒരു സാധനം പല രാജ്യത്തേക്ക് കൊടുത്തയക്കുന്നുണ്ടെങ്കിൽ കൂടെ ഇത് എത്ര വർഷമായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്? ഒരു 10 വർഷം മിനിമം ആയിട്ട്. അപ്പൊ നമുക്ക് 10 വർഷം തന്നെ വണ്ടിയിൽ ഇപ്പോഴും ഓടിയുണ്ട്. ഇപ്പോ ഡീസൽ ട്രോണിക് ഇൻസ്റ്റാൾ ചെയ്തു. ഒരു 1 month 2 month ഓടിച്ചു. ഡീസൽ ട്രോണിക് ഇല്ലെങ്കിൽ വണ്ടി ഓടിക്കാൻ പറ്റൂല. വണ്ടി വേണ്ട. എന്നാ നോക്കട്ടെ. അല്ല അതിന്റെ ഒരു അധികം കേരളത്താണ് സെൽ ചെയ്തിട്ടുണ്ട്. ഇന്നോവ കസ്റ്റമേഴ്സ്, ഫോർച്യൂണർ കസ്റ്റമേഴ്സ്, ബാങ്ക് അതിൽ 2 മൈലേജ് എല്ലാം ഗെയിൻ ആയിട്ടുണ്ട്. 2-3 അല്ല എനിക്ക് കുറച്ച് മൈലേജ് എന്തായാലും ഗെയിൻ ആവണം. കാരണം ഞാനിപ്പോ ഞാൻ സത്യമായിട്ട് പറയൂല മൈലേജ് ഗെയിൻ ആവും. അത് നിങ്ങളെ ഡ്രൈവിംഗ് സ്റ്റൈലിലാണ് അത് ഉണ്ടാവുന്നത്. ഓക്കെ, ഇനി അത് ഞാൻ നമ്മളെ ഓഡിയൻസിനെ അപ്ഡേറ്റ് ചെയ്യും. അപ്കമിങ് ഡേയ്സിലൊക്കെ ഞാൻ ഡ്രൈവ് ചെയ്തിട്ട് മൈലേജിന്റെ കാര്യം ഞാൻ പറയും. കാരണം ഞാൻ താറിന് മൈലേജ് ഓട്ടോമാറ്റിക് ആയതുകൊണ്ടാണെന്ന് അറിയില്ല. എനിക്ക് നല്ല ലൊക്കേഷൻ അത് കാണിക്കാൻ പറ്റും. താറിന് ഞാൻ ഒന്ന് സൈഡാക്കട്ടെ. താറിന് മൈലേജ് സൈഡാക്കാൻ പറ്റില്ല, കുഴപ്പമില്ല, വണ്ടിയില്ല. താറില് മൈലേജ് ഭയങ്കര കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കുറവാണ്, ഡീസലാണ്. പക്ഷേ ഞാനിപ്പോൾ വരുമ്പോൾ തന്നെ ഒരു 5250 റുപ്പീസിനൊക്കെ ഡീസൽ അടിച്ചു. ഞാൻ ഇസൂസൂൽ അടിക്കുകയാണെങ്കിൽ 4500 അടിച്ചാൽ ബാംഗ്ലൂർ എത്തി. ബാംഗ്ലൂരിൽ ചെറിയ കറക്കൊക്കെ ഇറങ്ങാൻ പറ്റുമായിരുന്നു. ഒരു 12,000 13,000 മാക്സിമം അടിക്കാറുള്ളൂ. പിന്നെ എനിക്ക് തോന്നുന്നു ഓൾറെഡി ഒരു 5250 അടിച്ചു. പിന്നെ ഇവിടെ കറങ്ങാൻ വേണ്ടിയിട്ട് ഒരു ഫുൾ ടാങ്ക് ഇപ്പോൾ വേറെ അടിച്ചു. അത് 4000+ അതായി. എന്നിട്ടിപ്പോൾ ഡീസൽ ഹാഫിന് താഴെ ആയിട്ടുണ്ട്. ഈ ഒരു ട്രിപ്പിൽ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 16,000 17,000 ഡീസലിന് മാത്രം കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു കോൺട്രിബ്യൂഷൻ മൈലേജ് എന്തെങ്കിലും കിട്ടി കഴിഞ്ഞാൽ നല്ലതല്ലേ കൈസ? നല്ലതല്ലേ? ഇപ്പോ സ്റ്റോക്കിൽ ഓടുന്നുണ്ട് വണ്ടി. സ്റ്റോക്കാണ്, അത് അറിയാണ്ട് കേട്ടോ. ഫുള്ള് പിടിച്ച് സ്റ്റോക്ക് ഞാൻ ഇത് ഇപ്പൊ ചേഞ്ച് ആക്കുന്നുണ്ട്. സ്മോളർ ഗിയറിൽ അതുണ്ടല്ലോ. 120 ഓ മൈ ഗോഡ്. P1 മതി വണ്ടിക്ക്. P1 നല്ല പവർ കിട്ടും, നല്ല ഹാൻഡിൽ കിട്ടും. അറിയുന്നില്ല കേട്ടോ.
Got it. മതി P1 അറിയാനുള്ള ഒരു ഇതിൽ തന്നെ കിട്ടിയിട്ടാ. റിയലി അമേസിംഗ്. P1 നല്ല P1 അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മളെ പിന്നെ അതായത് നമ്മളെ ഹൈവേയിലൊക്കെ എനിക്ക് തോന്നുന്നു ഇപ്പൊ കൊച്ചിയിലേക്കൊക്കെ പോകുന്നതാണെങ്കിൽ P1 മതി കുറച്ച് മതി. അതല്ല കൊച്ചിയിലേക്ക് ഇപ്പൊ നമ്മള് രാത്രി ഇപ്പൊ തൃശ്ശൂർ ടു കൊച്ചിനൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ രാത്രി ആണെങ്കിൽ P2 തന്നെ പിടിക്കാം. അതല്ല എങ്ങനെ അഗ്രസീവ് മോഡ് എപ്പോ പോകണം ഒരു എമർജൻസി അപ്പൊ P2 പിടിക്കാം. അതല്ല കുറച്ച് ട്രാഫിക് ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ച് പെർഫോമൻസും കൂടെ വേണമെങ്കിൽ P1 മതി. ഇപ്പൊ P1 ഇപ്പൊ വണ്ടി ഒരു സ്പീഡ് ബ്രേക്കർ കിട്ടി. ഇപ്പോ ഇത് ഓട്ടോമാറ്റിക് ഗിയറിന്റെ വെഹിക്കിൾ എങ്കിൽ ചിലപ്പോ സെക്കൻഡ് ഗിയർക്ക് വരും ഇല്ല ഫസ്റ്റ് ഗിയർക്ക് വരും. പക്ഷെ തേർഡ് ഗിയറിൽ തന്നെ വണ്ടി പോകും, ജെർക്ക് പോവില്ല. തേർഡ് ഗിയറിലേക്ക് തന്നെ വരും. അതായത് അതാണ് നമുക്ക് ഒരു ഭയങ്കര ഡൗൺ ഷിഫ്റ്റ് ആവുന്നില്ല, സ്ലോ ആക്കുന്നില്ല. ആ ഒരു ഗിയർ ഒരു അപ്പായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അങ്ങനെ തന്നെയാണ് ഇതിന്റെ വർക്കിംഗ് അല്ലേ. ശരിക്കും പറയുന്നുണ്ടെങ്കിൽ ഇപ്പോ അല്ലെങ്കിൽ വണ്ടിയില് സ്പോർട്ട് മോഡ് വരൂ, എക്കണോമിക് മോഡ് വരൂ. അതൊരു മോഡൽ നിങ്ങൾക്ക് ഈ റിമോട്ട് കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന അടിപൊളി. അതല്ല അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. വേറെ നേരത്തെ പറഞ്ഞൊരു പോയിന്റും കൂടി നമുക്ക് മറ്റാർക്കെങ്കിലും ഒക്കെ കൊടുക്കുകയാണെങ്കിൽ കൂടെ എക്കണോമിയിൽ ഇട്ടിട്ട് കൊടുത്തിട്ട് അറിയാത്ത പോലെ ഇരിക്കാം. നമ്മൾ ഓടിക്കുമ്പോ നൈസായിട്ട് P2 എക്കണോമി ഇട്ട് കൊടുത്താൽ വീട്ടില് ശരിക്കായിട്ട് കാണുന്നിട്ട് ഉറങ്ങാം. അതെ, അടിപൊളി അല്ലേ. തീർച്ചയായിട്ടും. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് കുറച്ച് ഇതിന്റെ റോളിംഗ് ഷോട്ടുകളും നമുക്ക് കുറച്ച് ഒരു ഓഫ് റോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡെമോ നമുക്ക് അതും കൂടി ചെയ്യാം. എക്കണോമിയിലാണ് ഓഫ് റോഡ് പ്രിഫർ ചെയ്യുന്നത്. അതെങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്ക് ആ സമയത്തും കൂടെ ഒന്ന് കാണാം, അഡ്വഞ്ചർ ചെയ്യാം. അപ്പൊ അങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഓൾറൈറ്റ് ഗൈസ്, ഇവിടെ നല്ല നല്ല ലൊക്കേഷൻ ഒക്കെ ഉണ്ട്. ഇനി ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു മോഡാണ് ഇടാൻ പോകുന്നത്. ദാറ്റ് ഈസ് എക്കണോമി അല്ലെങ്കിൽ ഈസി ക്രോളർ മോഡിന്റെ ഒരു പ്രത്യേകത പറയുന്നത് നമുക്കിപ്പോ ഓഫ് റോഡ് ചെയ്യുന്ന സമയത്ത് സ്മൂത്ത് ആയിട്ട് വണ്ടി കയറി പോകുന്നുള്ളതാണ്. നമ്മൾ മറ്റേതൊക്കെ ഒരു പെർഫോമൻസ് സാധനമാണ് കണ്ടതെങ്കിൽ ഇത് നമ്മൾ കാണാൻ പോകുന്നത് ആവില്ല. അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോ ശരിക്കും പറഞ്ഞാൽ നമ്മളെ ക്യാമറ ടീമിനെ ആദ്യം ജോയലിനെയും അലക്സിനെയും ശ്രീഗോവിന്ദിനെയൊക്കെ നമ്മള് പുറത്ത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി നിർത്തിയിട്ടുണ്ട്. കാരണം ഈ ഒരു സ്പോട്ടിലേക്കാണ് നമ്മൾ തെരഞ്ഞെടുത്തിട്ടുണ്ടായത്. എങ്കിലല്ലേ നിങ്ങൾക്ക് അത് കാണിച്ചു തരാൻ പറ്റുള്ളൂ. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈസി മോഡ്. ഞാൻ അതുകൊണ്ടാണ് പറയുന്നത് ഇതിൽ യൂണിറ്റ് ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഓഫ് റോഡിന് ആപ്റ്റ് ആയിട്ടുള്ളതാണ്. ആ ഒരു മോഡലാണ്, ഓഫ് റോഡ് വാരിയന്റ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്, ഡീസൽ ട്രോണിക്. സോ നമ്മൾ ഓഫ് റോഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് വെൻ വി ഡു ഓഫ് റോഡിങ് ഈ വീല് കൂടുതൽ സ്പിൻ ആവാതെ ആ ഒരു ട്രാക്ഷന് കൂടുതൽ കൊടുത്ത് ഡിപ്പ് ആവാതെ ഇതിങ്ങനെ കയറി പോകുന്നതാണ്. ദാറ്റ് ഈസ് വാട്ട് ഐ നോ. അപ്പൊ നമുക്ക് ഇനി ഇവര് പറഞ്ഞതൊന്നും നമുക്ക് നോക്കണ്ട, നമുക്കത് അങ്ങോട്ട് ചെയ്തു നോക്കാം അല്ലെ. എങ്കിലല്ല നമുക്കത് നമ്മളെ ആളുകൾക്കും നിങ്ങളെ പോലുള്ള എല്ലാവർക്കും അത് 100% വിശ്വസിക്കാൻ പറ്റുള്ളൂ. കമോൺ ലെറ്റ്സ് ഗോ. നമ്മളെ മീഡിയ ടീമൊക്കെ പുറത്തുണ്ട്, നിങ്ങൾ അതിനെ കുറിച്ച് ഒന്നും പേടിക്കണ്ട. അവരെല്ലാം ഷൂട്ട് ചെയ്ത് പുറത്തെന്താ നടക്കുന്നതൊക്കെ കാണിച്ചു തരും. ഓക്കെ, ലെറ്റ്സ് ഗോ. വണ്ടി സുഖിച്ചിട്ട് പോകുന്നുണ്ടല്ലോ. വണ്ടി ആ ഒരു എന്ന് പറയുമ്പോ ഉള്ള ഒരു സാധനം ഉണ്ടല്ലോ, പിന്നെ മൈൻഡ് ഓൾറെഡി എന്നുള്ള ഒരു സെറ്റ് ആയി കഴിഞ്ഞു. ഈസി ആയിട്ടുള്ള വണ്ടി സ്ട്രഗിൾ ചെയ്യാതെ നല്ല കുറച്ച് സ്പീഡ് കൂട്ടല്ലേ, കുറച്ചും കൂടി കൂട്ട വണ്ടി പോകുന്നുണ്ട്. വെള്ളത്തിലേക്ക് വേണ്ട, ഇങ്ങനെ പോയാൽ തന്നെ മതി. ഇതിന്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുള്ളത് ഇങ്ങനെ കയറി പിടിച്ചിട്ട് ഇങ്ങനെ പോകുന്ന ഒരു ഫീലാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെ അത്രയും സ്ലഷ് ആയിട്ടുള്ള ഒരു ഏരിയ കൂടെ ആണ് നമ്മൾ പോകുന്നതെങ്കിൽ കൂടെ അതിങ്ങനെ അറിയാതെ അതെ നൈസായിട്ട് ഇങ്ങനെ കേറി പോകുന്നുണ്ട്. അടിപൊളി. ഇതിപ്പോ ഞാനിപ്പോ ത്രോട്ടിൽ ചെയ്യുന്ന സമയത്തണ്ട ഞാൻ ഒന്ന് കുറച്ച് കൂടുതൽ കൊടുത്താൽ അത് സ്പിന്നാവില്ല, അത്രയും സ്പിന്നാവില്ല. അതെ, സുഖിച്ചിട്ട് പോകാൻ പറ്റുമോ? വലിയ കൂടുതൽ കൊടുത്തിട്ടാ കൺട്രോൾ ചെയ്യൂ. കുറച്ച് പവർ കുറവായിട്ട് കുറച്ച് കൺട്രോൾ ചെയ്യൂ. അതെ, അത്ര നമ്മള് 4 മോഡ് ടെസ്റ്റ് ചെയ്ത് നോക്കി അല്ലേ? അതെ, 4 മോഡ് ടെസ്റ്റ് ചെയ്ത് നോക്കി. പക്ഷേ ഓഫ് റോഡും നമ്മള് ടെസ്റ്റ് ചെയ്ത് നോക്കി. പക്ഷെ എനിക്ക് ഇനി കുറച്ച് സമയം നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് അല്ലെ, നമ്മളെ സബ്സ്ക്രൈബേഴ്സ് എപ്പോഴും ആഗ്രഹിക്കുന്ന കുറച്ച് ഷോട്ടുകൾ എടുക്കാൻ പോവാണ്. I want to drive with P2 full power. Yes. Seat belt ഇടൂ. പറക്കല്ലേ. We'll do it. So guys, നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് P2 മോഡിലേക്ക് ഇട്ടിട്ട്, അതായത് ഇതിന്റെ ഡെഡ് എൻഡ് ആണ് അല്ല ഏറ്റവും ടോപ്പ് എൻഡ് ആയിട്ടുള്ള P2 ഇട്ട പോണ്. P2 ഇട്ടിട്ട് ഈ ഒരു സ്ലഷിൽ ഒരു കളി കളിക്കാം. ഓക്കെ ഓക്കെ, ലെറ്റ്സ് ഗോ.
സോ ഇന്നത്തെ ഈ ഒരു ദിവസം അവസാനിപ്പിക്കുകയാണ്. ട്രാൻസ്ട്രോണിക്സിൻ്റെ ടെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞു. അതിൻ്റെ കംപ്ലീറ്റ് ഡെഡിക്കേറ്റഡ് വീഡിയോ ഒക്കെ ഓൾമോസ്റ്റ് ഡണ്ണായി. അതുപോലെ തന്നെ നമ്മളെ ഫ്യൂലെക്സിൻ്റെ ഷൂട്ടൊക്കെ ഓൾമോസ്റ്റ് ഡണ്ണായി. സോ റിയലി ഹാഡ് എ ഗുഡ് ടൈം. ഈ ചോട്ടാ ലഡാക്ക് എന്ന് പറയുന്ന ഈ സ്പോട്ട് റിയലി ഇൻട്രസ്റ്റിംഗ് സ്പോട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ശരിക്കും എൻജോയ് ചെയ്തു. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. ഇതുപോലത്തെ ഒരുപാട് മോട്ടോർ സൈക്കിൾ വീഡിയോകളാണ് ഈ ഒരു ചാനലിൽ വരുന്നത്. ഒരുപാട് അഡ്വഞ്ചർ വീഡിയോകളാണ്. ഇപ്പോൾ നമ്മൾ കാർ എടുത്തുകൊണ്ട് കുറേ കാർ വീഡിയോ വരുന്നുണ്ട് എന്നുള്ളതാണ്. ബട്ട് സ്റ്റിൽ നമ്മളിപ്പോൾ വണ്ടി മറിയാനൊരു സാധ്യത ഇവിടെ ഞാൻ കാണുന്നുണ്ട്. സോ താങ്ക് യു സോ മച്ച് എവരിവൺ. വെളിച്ചത്തിന് കുറവുണ്ട് ഞാൻ പറയുന്നു. ബൈ ആൻഡ് സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.